നമ്മുടെ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരര് ശബരിമല അടങ്ങുന്ന കേരള ദേവസ്വം ബോർഡിന് ഒരു അപേക്ഷ കൊടുത്തിരിക്കുന്നു. തന്നെ തന്ത്രി ചുമതലയിൽ നിന്ന് ഒഴിവാക്കണം. മാത്രമല്ല, തൻ്റെ മകൻ ബ്രഹ്മദത്തന് തന്ത്രം കൊടുക്കുകയും വേണം. ഇദ്ദേഹം സ്വർണ്ണക്കൊള്ളക്കേസിൽ പെട്ട് അറസ്റ്റിലായപ്പോൾ ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു. അന്ന് അതിലൂടെ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു, ഈ തന്ത്രം ഒഴിയണം. കാരാഗൃഹത്തിൽ കയറിയ ദിവസം തന്നെ ഈ തന്ത്രം ഒഴിഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കണം, ദേവസ്വം ബോർഡിനെ അറിയിക്കണം എന്ന്. ഇപ്പോൾ ഇത്രയും വൈകിക്കഴിഞ്ഞിട്ട് അദ്ദേഹം ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഒഴിയണം എന്ന്, ഒഴിപ്പിച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹമായിട്ട് ഒഴിയുന്നില്ല. അദ്ദേഹം ഒഴിയാത്തതിന് കാരണം പകരം മകൻ ബ്രഹ്മദത്തൻ അവിടെ ഉണ്ടാകണം എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ബ്രഹ്മദത്തനെ വയ്ക്കുന്നില്ലെങ്കിലോ ഇദ്ദേഹം ഒഴിയുകയുമില്ല. അതുകൊണ്ടാണല്ലോ ഒഴിക്കണമെന്നും തന്നെ ഒഴിവാക്കി തരണമെന്നും മകനെ തന്ത്രിയാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു തരം രാഷ്ട്രീയ കളിയാണ്. തന്ത്രി ഇതിനൊന്നും മുതിരരുതായിരുന്നു. ഞാൻ തുടക്കം മുതൽ എടുക്കുന്ന നിലപാട് അതാണ്. തന്ത്രി ധാർമ്മികമായ നിലപാടെടുക്കാൻ ബാധ്യസ്ഥനാണ്. നിയമം, അറസ്റ്റ്, ജാമ്യം, നാടകം ഇതൊക്കെ നിൽക്കുമ്പോഴും അതിന് മേലെയാണ് ധർമ്മം. ആ ധർമ്മമാണ് ഞാൻ അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായിട്ട് അദ്ദേഹം തന്ത്രം വെച്ചൊഴിയണമായിരുന്നു. അത് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടി അത് ചെയ്യുമ്പോൾ തന്നെ തൻ്റെ പിൻഗാമിയെ നിശ്ചയിക്കാനായിട്ട്, അതും മകനെ തന്നെ നിശ്ചയിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇതൊരൊഴിയാത്ത ആഗ്രഹമാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് രാമായണത്തിൽ, അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ എഴുതിയ വരികൾ എത്ര കാലാതിവർത്തിയായ വരികളാണെന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും പരിചയമുള്ളതാണ്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഇതാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞാൽ പാമ്പ്, ചേര ഇത്യാദി. ചക്ഷുക്കൾ കൊണ്ട് ശ്രവിക്കുന്നു. പാമ്പിന് ചെവിയില്ല, അതുകൊണ്ട് കണ്ണുകൊണ്ടാണ് അത് കേൾക്കുന്നതെന്നാണ് സങ്കല്പം. അങ്ങനെ പാമ്പിന് ചക്ഷുശ്രവണൻ എന്ന പേര് വന്നു. ദർദുരം എന്ന് പറഞ്ഞാൽ തവളയാണ്. ചക്ഷുശ്രവണൻ്റെ ഗളസ്ഥം, ചക്ഷുശ്രവൻ വിഴുങ്ങിയ അവസ്ഥ. അങ്ങനെയുള്ള തവള ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ. അപ്പോൾ പാമ്പിന് തവള വിഴുങ്ങിത്തുടങ്ങിയിരിക്കുന്നു. പുറകിലത്തെ 2 കാലെങ്കിലും പാമ്പിൻ്റെ വായിലായിരിക്കുന്നു. ആ സമയത്ത് ഒരു ഈച്ച അതിൽ പറന്നു പോകുന്നു. ആ ഈച്ചയെ തിന്നാനായിട്ട് തവള നാക്ക് നീട്ടുന്നു. ഈ ചിത്രമാണ് എഴുത്തച്ഛൻ മനോഹരമായിട്ട് വരച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ലോകത്തിൻ്റെ അവസ്ഥ നമ്മളെ എല്ലാവരെയും ചേർത്ത് എഴുത്തച്ഛൻ എഴുതുന്നു. ഇതുപോലെയാണ് ലോകം. കാലാഹിന പരിഗ്രസ്തം. കാലം, മരണമെന്നും പറയാം. അതിൻ്റെ വായിലാണ് നമ്മളെല്ലാം. ചിലർ 5%, ചിലർ 10%, ചിലർ 90%, ചിലർ 98%. ഒരുപക്ഷെ ഈ വീഡിയോ ചെയ്ത് തീരുമ്പോഴേക്ക് എന്നെ മുഴുവനായിട്ട് കാലൻ കൊണ്ടുപോയി എന്ന് വരും. ചിലപ്പോൾ വീഡിയോയ്ക്ക് ഇടയ്ക്ക് വെച്ച് തന്നെ അത് സംഭവിച്ചെന്ന് വരും. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് നമുക്കാർക്കും യാതൊരു ഉറപ്പുമില്ല. എന്നിട്ടും നാം ഭോഗലാലസന്മാരായിട്ട് അതിനെ അന്വേഷിച്ച് കെട്ടിപ്പിടിച്ച് ഉരുണ്ട് പിടിച്ച് ഒക്കെ നടക്കുന്നു. മഹാഭാരതത്തിൽ ഏകദേശം ഇതുപോലെയുള്ള ഒരു സംസാരം യക്ഷപ്രശ്നത്തിൽ നമുക്ക് കാണാം. യക്ഷൻ ധർമ്മപുത്രരോട് ചോദിക്കുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ഫലിതം എന്താണ്, ഏറ്റവും വലിയ തമാശ എന്താണ്? ധർമ്മപുത്രൻ അതിന് മറുപടി കൊടുക്കുന്നു, മരിക്കും എന്നുറപ്പുണ്ടായിട്ടും ജീവിക്കാനായി മനുഷ്യൻ കാണിക്കുന്ന തത്രപ്പാടാണ് ലോകത്തിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയും. സത്യമല്ലേ?
ഒരു നിമിഷം മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും മത്സരം, മതം, കുത്തിത്തിരിപ്പ്, കുതികാൽവെട്ട്, അത് ഇത് ഒക്കെ ചെയ്ത് മനുഷ്യനിങ്ങനെ താൻ അനശ്വരനാണ് എന്നുള്ള ധാരണയിലെന്ന വണ്ണം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫലിതം. അങ്ങനെ ചക്ഷുശ്രവണ ഗളസ്ഥനായ തന്ത്രി, ശബരിമല തന്ത്രി, അദ്ദേഹം 2 കേസിൽപ്പെട്ട് ജയിലിൽ പോയി ജാമ്യത്തിൽ നിൽക്കുകയാണ്. 2 കാലും പാമ്പിൻ്റെ വായിലകത്തായ തവളയെ പോലെ ആണ് തന്ത്രിയുടെ നിൽപ്പ്. ആ തന്ത്രി തവള നാക്ക് നീട്ടി ഈച്ചയെ പിടിക്കാൻ നോക്കുന്നത് പോലെ ബ്രഹ്മദത്തിനെ നോക്കി ബ്രഹ്മദത്തിനെ തന്ത്രിയാക്കാൻ പറ്റുമോ എന്ന് നാക്ക് നീട്ടുന്നു. എന്തൊരു അപഹാസ്യമായ പ്രവൃത്തിയാണെന്ന് ആലോചിച്ച് നോക്കൂ. തന്ത്രിയുടെ ലക്ഷണം, ആചാര്യ ലക്ഷണം എന്ന് കുഴിക്കാട്ട് പച്ചയിൽ പറയുന്ന ശ്ലോകം ഞാൻ നിങ്ങളെ ആ വീഡിയോയിൽ കേൾപ്പിച്ചിരുന്നു. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. വിപ്രകുലീന എന്ന് തുടങ്ങുന്ന ആചാര്യ ലക്ഷണം. ഈ ലക്ഷണങ്ങൾ ഒത്ത തന്ത്രിയാണോ ഇത് എന്ന് അദ്ദേഹം തന്നെ ആലോചിച്ച് നോക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബ്രഹ്മദത്തൻ തന്ത്രലക്ഷണം, ആചാര്യലക്ഷണം ഒത്ത ചെറുപ്പക്കാരനാണോ എനിക്കറിയില്ല. അറിഞ്ഞുകൂടാതെ ഞാൻ പറയുന്നത് ശരിയുമല്ല. ബ്രഹ്മദത്തൻ എന്ന പേരിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഒരു കവിതയുണ്ട്. അതിൽ അദ്ദേഹം ബ്രഹ്മദത്തൻ്റെ ലക്ഷണങ്ങൾ പറയുന്നത്, കുറ്റിത്താടി വളർന്നുള്ളവൻ, കാറ്റത്ത് മുടിപാറുപോൻ, മെയ്യിൽ പൊടി അണിഞ്ഞുള്ളവൻ, കണ്ണിൽ വെട്ടം ചുരത്തുപോൻ എന്നാണ്. ഈ ബ്രഹ്മദത്തൻ കണ്ണിൽ വെട്ടം ചുരത്തുന്നവനാണോ? ആചാര്യലക്ഷണങ്ങളുണ്ടോ? അതെല്ലാം പഠിച്ച ആളാണോ? കണ്ഠരര് രാജീവരുടെ തന്നെ ചരിത്രം എടുത്തു നോക്കുക. ഇദ്ദേഹം കേരള സർക്കാരിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ഇല്ലേ? അല്ലാതെ തന്ത്രം കുലത്തൊഴിലായിട്ട് സ്വീകരിച്ച തന്ത്രിയൊന്നുമല്ല. തന്ത്രി ലക്ഷണം, ആചാര്യ ലക്ഷണം ഇതൊന്നും ഒത്തിണങ്ങിയ ആളല്ല. ഇതൊക്കെ പഠിച്ച ആളുമല്ല. സംസ്കൃതം പഠിച്ച ആൾ ഇവരുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. ഇതൊക്കെ ഹൈക്കോടതി പണ്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തൊക്കെ തെളിയിച്ച കാര്യങ്ങളാണ്. ബട്ട് അവർ അവിടെ കുളിച്ച് ഉണ്ട് ഉറങ്ങി താമസിക്കുകയാണ് ശബരിമലയിൽ. എന്തിനാണത്? ശബരിമലയിൽ സന്നിധാനത്തിന് വളരെ അടുത്ത് കുളിമുറി അടക്കം ശൗചാലയമടക്കം പണിഞ്ഞ് തന്ത്രി താമസിക്കേണ്ട കാര്യമെന്താ? ആ ചോദ്യത്തിന് ആരും മറുപടി പറയാറില്ല. എത്ര തന്ത്രിമാരുണ്ട് അമ്പലത്തിൽ താമസിക്കുന്നവർ? അവർക്കവിടെ താമസിക്കേണ്ട ആവശ്യം എന്താ? ഒരു ദിവസം എല്ലാ നേരവും ഒക്കെ തന്ത്രി ചെയ്യേണ്ട പൂജാതി കർമ്മങ്ങളുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പോയിട്ടുള്ള കേരളത്തിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളിലും തന്ത്രിയെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടെ തന്ത്രിക്ക് പ്രത്യേക മുറിയോ പ്രത്യേക കുളിമുറി, കക്കൂസ് ഇതുപോലത്തെ സൗകര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ശബരിമലയിൽ വേറെ സ്ഥലത്ത് സന്നിധാനത്തു നിന്ന് മാറി ഒരുപാട് സ്ഥലത്ത് ശൗചാലയങ്ങളൊക്കെ ഉണ്ട്. അത് തന്ത്രിക്കും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ തന്ത്രിക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വേണം. ഈ സൗകര്യങ്ങളൊക്കെ വേണം. തന്ത്രമൊട്ട് വിടാനും നിശ്ചയിച്ചിട്ടില്ല. അത് പാരമ്പര്യമാണ്, അങ്ങനെയാണ്, സുപ്രീം കോടതി വിധിയുണ്ട്, അതുകൊണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും. ധർമ്മമൊഴിച്ച് ബാക്കിയെല്ലാം പറയും. നിയമം പറയും, പാരമ്പര്യം പറയും, അനന്തരാവകാശം പറയും, അവർ തമ്മിൽ പങ്കുവയ്ക്കും, പണയം വയ്ക്കും, ഇതൊക്കെ ചെയ്യും. ധർമ്മം എന്തനുഷ്ഠിക്കണോ അതൊഴിച്ച് ബാക്കിയെല്ലാം അവരനുഷ്ഠിക്കുന്നുണ്ട്. ഇത് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മറ്റുള്ളവർ ധരിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ? പണം ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടാക്കുന്നുണ്ട്. ശബരിമലയിൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പണം ഉണ്ടാക്കുന്നുണ്ട്. ശബരിമലയിൽ മാത്രമല്ല, മറ്റു ക്ഷേത്രങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ശബരിമലയിലെയും മറ്റു ക്ഷേത്രങ്ങളിലെയും തിരുവാഭരണങ്ങളുടെ ലിസ്റ്റ് എടുത്ത് ഇൻവെൻറ്ററി ഉണ്ടാക്കാനായിട്ട് റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരനെ ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ശങ്കരൻ പേരുകേട്ട ജഡ്ജിയാണ് കേരള ഹൈക്കോടതിയിൽ. പിന്നീട് അദ്ദേഹം ലോ കമ്മീഷൻ്റെ അംഗമായിരുന്നു. പിന്നെ ആ ടേമും കഴിഞ്ഞു. തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തെ ഈ ജോലി കേരള ഹൈക്കോടതി ജസ്റ്റിസ് രാജാ വിജയരാഘവൻ്റെ ബെഞ്ച് അദ്ദേഹത്തെ ഈ ജോലി ഏൽപ്പിക്കുന്നത്. അദ്ദേഹം നോക്കിയപ്പോൾ ആറന്മുളയിൽ 80 ചാക്കുകളിലായിട്ട്
തിരുവാഭരണങ്ങൾ കെട്ടിവച്ചിരിക്കുന്നു. അതിൽ സ്വർണം വെള്ളി ഒന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് സംശയമുണ്ട്. എന്നാൽ അദ്ദേഹത്തെ ചാക്ക് തുറന്ന് കാണിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് ദേവസ്വം ബോർഡ് വീണ്ടും ഹൈക്കോടതി നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസാണ് ശങ്കരൻ. ആ ശങ്കരന് പരിശോധിക്കാനായിട്ട് ഇത് തുറന്നു കൊടുത്തോട്ടെ എന്ന് ചോദിച്ച് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി പറഞ്ഞു തുറന്നു കൊടുക്കണോ അത് എന്ന് പറഞ്ഞു. അങ്ങനെ 80 ചാക്കുകൾ തുറക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. എനിക്കിതിൽ അത്ഭുതമില്ല. കാരണം ഇതിൻ്റെയൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയോ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെയൊക്കെ സാമ്പിൾ ബാലൻസ് ഷീറ്റ് ഞാൻ എടുത്തു നോക്കിയിട്ടുണ്ട്. ഈ ബാലൻസ് ഷീറ്റുകളൊക്കെ 7-8 വർഷം പഴക്കമുള്ളതാണ്. അതിനുശേഷം ഓഡിറ്റ് നടന്നിട്ടില്ല. നടത്തണം എന്നാർക്കും ആവശ്യവുമില്ല. കോടതിയും നോക്കാറില്ല, ആരും നോക്കാനില്ല. ഓഡിറ്റ് ചെയ്യുമ്പോഴാണല്ലോ ക്രമക്കേടുകൾ പുറത്തു വരുന്നത്. അതിനിടയ്ക്ക് തന്നെ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ പാരലൽ ഭക്തജനസമിതി ഉണ്ടാക്കി അവർ സ്വത്തും പണവും പൊന്നും ഒക്കെ സമ്പാദിച്ചു. അത് ദേവസ്വം ബോർഡിലേക്ക് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോടതി വിധി വന്നിട്ടുണ്ട്. എങ്ങനെയാണ്, എത്ര സമിതികളാണ് ഒരു ക്ഷേത്രത്തിന് ഭരണത്തിന് ദേവസ്വം ബോർഡ് ഒന്ന്, ക്ഷേത്രോപദേശക സമിതി ഒന്ന്, അതുകൂടാതെ ഭക്തജന സമിതി, ആ സമിതി, ഈ സമിതി എന്നൊക്കെ പറഞ്ഞ് വേറെ. ഇവരൊക്കെ കാശ് പിരിക്കുന്നു, കൊണ്ടുപോകുന്നു, അവർക്ക് തോന്നുമ്പാട് ചെലവാക്കുന്നു. ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലാതിരിക്കുന്നു. കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കോടതി ഒരു ഉത്തരവിറക്കും. ആ ഉത്തരവിറക്കിയിട്ട് അത് പാലിച്ചില്ലെങ്കിൽ കോർട്ടലക്ഷ്യ ഹർജിയുമായിട്ട് വേറെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ കോർട്ടലക്ഷ്യമെടുക്കും. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സംവിധാനങ്ങൾ. അതിനിടയ്ക്കാണ് ഈ തന്ത്രിയുടെ തന്ത്രങ്ങൾ. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇപ്പോഴും പറയുന്നത് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ അദ്ദേഹത്തിൻ്റെ തന്ത്രം വെച്ചൊഴിയണം. അതിനാരുടെയും അനുമതി ചോദിക്കരുത്. ധർമ്മം അത് ആവശ്യപ്പെടുന്നു. അദ്ദേഹം ജയിലിലായ നിമിഷം അദ്ദേഹം തന്ത്രം ഒഴിയണമായിരുന്നു. ഞാൻ കാരാഗ്രഹത്തിലാണ്. ഞാനിപ്പോൾ തന്ത്രിയാവാൻ യോഗ്യനല്ല. ആ സ്ഥാനത്തിരിക്കാൻ ഇനി ഈ ജന്മം എനിക്ക് യോഗ്യതയില്ല. കോടതി എന്നെ വെറുതെ വിടുകയോ ഞാൻ നിരപരാധി, അതെല്ലാം ഇരിക്കട്ടെ. ഈ ഒരു കാര്യം കൊണ്ട് മാത്രം ഞാൻ തന്ത്രം വെച്ചൊഴിയുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ യഥാർത്ഥ തന്ത്രി എന്ന് ജനം വിശേഷിപ്പിക്കുമായിരുന്നു. കാരണം ത്യജിക്കാനുള്ള മനസ്സ് ആണ് ഒരു ധർമ്മത്തിൻ്റെ ആദ്യത്തെ അടയാളം. ഭുജിക്കാനുള്ള മനസ്സല്ല, എന്തും ത്യജിക്കാനുള്ള, ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത. അല്ലാതെ എല്ലാം കൈയടക്കി വെച്ചിട്ട് സുഖിക്കാനുള്ള സാധ്യതയല്ല. ആ സാധ്യത അന്വേഷിക്കുന്നത് അധർമ്മമാണ്. ധർമ്മം ത്യാഗമാണ്, ഭോഗമല്ല. ഇത് തന്ത്രി മനസ്സിലാക്കുന്ന ദിവസം ക്ഷേത്രങ്ങൾക്ക് ചൈതന്യം വർദ്ധിക്കും. ഇത് മനസ്സിലാക്കിയില്ലെങ്കിലോ ക്ഷേത്രങ്ങൾ ക്ഷയിച്ച് വരും. നിങ്ങൾ സമ്പത്ത് കുന്നുകൂടും ക്ഷേത്രത്തിൽ, പക്ഷേ അത് ക്ഷേത്രത്തിന് ഗുണത്തിനായിരിക്കുകയില്ല. ചില വ്യക്തികൾ ആ സമ്പത്തെടുത്ത് ആഘോഷിക്കുന്നുണ്ടാവും, അവർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുമുണ്ടാവും. കർമ്മഫലം പലപ്പോഴും വളരെ സൈലൻ്റാണ്. അത് ഓബ്വിയസ് ആയിരിക്കുകയില്ല. നമുക്കെല്ലാവർക്കും കാണാൻ കഴിയണമെന്നൊന്നുമില്ല. അത് അനുഭവിക്കുന്നവനായി അത് മനസ്സിലാവുകയുള്ളൂ. മറ്റുള്ളവർ ചിലപ്പോൾ കർമ്മഫലമൊന്നും പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ, കാണില്ല. നിങ്ങൾ കാണണം എന്ന് കർമ്മത്തിന് നിർബന്ധമൊന്നുമില്ല. യാദൃച്ഛികമായിട്ട് നിങ്ങളെ കണ്ടാൽ കണ്ടു. അതുകൊണ്ടാണ് കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ് എന്ന് കാർന്നോന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഗഹനമായ കർമ്മഗതിയിൽ, അതിൻ്റെ ചുഴിയിൽ ഇവരെല്ലാം പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ആ കറക്കം നമ്മൾ അറിയണമെന്നില്ല, നമ്മൾ കാണണമെന്നില്ല. അനുഭവിക്കുന്നവന് അത് മനസ്സിലാകും. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ്? വിപ്രന്മാരും കുലീനന്മാരുമല്ലാത്ത തന്ത്രികളാൽ നിറഞ്ഞ അന്തരീക്ഷം. അവിടെ ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടി വിലപിക്കുകയല്ല, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യാസൻ വരെ വിലപിച്ചിട്ടുണ്ട് ധർമ്മത്തിന് വേണ്ടിയിട്ട്. ഊർധ്വവാഹുർ വിരൗമേഷ നഹി കശ്ചിത് ശൃണോതിമേ. വ്യാസൻ്റെ വിലാപമാണ്, വ്യാസൻ്റെ കരച്ചിലാണ്. ആകാശത്തേക്ക് 2 കൈയും ഉയർത്തി ഞാൻ കരയുന്നു. ഊർധ്വബാഹുർ വിരൗമേഷ
നഹി കശ്ചിത് ശൃണോതി വേ ധർമാത് അർത്ഥശ്ച കാമശ്ച സാ ധർമ്മ കിംന സേവ്യതേ എന്ന് ചോദിക്കുകയാണ്. ധർമ്മത്തിലൂടെ വേണം അർത്ഥവും കാമവും നേടാൻ എന്ന് എത്രയോ കാലമായി കൈ ആകാശത്തേക്ക് ഉയർത്തി ഞാൻ കരഞ്ഞ് നിലവിളിച്ച് പറയുന്നു. ആ ധർമ്മം ആരും അനുഷ്ഠിക്കാത്തത് എന്താണ് എന്ന് വ്യാസൻ വ്യസനിക്കുന്നു, സങ്കടപ്പെടുന്നു. അപ്പോൾ നമ്മളുടെയൊക്കെ കാര്യമോ, നമ്മളുടെ വിലാപം ആര് കേൾക്കാൻ? ബധിരകർണങ്ങളിൽ നമ്മൾ കരഞ്ഞിട്ട് എന്ത് കാര്യം? ആ ഒരവസ്ഥയായി പോയി കേരളത്തിലെ ഭക്തജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഭാരതത്തിലെ ഭക്തജനങ്ങൾക്ക്. ഈ ധർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് ഭക്തജനങ്ങൾ മുന്നിട്ടിറങ്ങുന്ന ഒരു കാലം വരട്ടെ എന്ന് പ്രതീക്ഷിക്കുകയല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. താങ്ക് യു.